ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞു. നമുക്കെല്ലാം ഇക്കാര്യത്തിനകത്ത് ഒറ്റ വികാരമേ ഉള്ളൂ, ഒറ്റ താല്പര്യമേ ഉള്ളൂ. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ വലിയ വിഷമമുണ്ട്. ഒരു സംഭവം നടന്നു, അതിനെ സംബന്ധിച്ച് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്, ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുക്കും. അന്വേഷണത്തിൻ്റെ കാര്യവും ആ കുടുംബത്തെ നമുക്ക് സഹായിക്കാനാണ് പരമാവധി പറ്റുക. മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എല്ലാവരും ഈ കാര്യത്തിനൊപ്പമുണ്ട്. ആ കുടുംബത്തിൻ്റെ വിഷമത്തിന്, വേദനയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ വേദനയെ പങ്കുചേരുകയാണ്. അവരുടെ അമ്മ അടുത്ത ദിവസമേ വരത്തുള്ളൂ, കുഞ്ഞിൻ്റെ വിളിച്ചൻ്റെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും വകുപ്പിന് ആലോചിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട 2 വകുപ്പിൻ്റെ മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്ത്, വകുപ്പ് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്ത് പ്രത്യേകം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രാഥമികമായിട്ട് ആലോചിച്ചു. ഉച്ചയ്ക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെൻറ്റിനോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം, സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2, ഇത് എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ നടപടി ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. മൂന്നാമത്തെ കാര്യം, ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ താൽക്കാലികമായി ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 4ാമത്തെ കാര്യം, കുട്ടിയുടെ അനിയൻ അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചു. 5ാമത്തെ കാര്യം തീരുമാനിച്ചത്, മാനേജ്മെൻറ്റ് ഈ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് പറ്റുവാൻ ഉണ്ട്. 6ാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, സ്കൗട്ട്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സാമാന്യം മെച്ചപ്പെട്ട ഒരു വീടൊക്കെ വളരെ താമസിക്കാതെ തന്നെ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് തീരുമാനിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. വൈദ്യുതി വകുപ്പ് 5 ലക്ഷം രൂപ അവരിപ്പോൾ 30 രൂപ വാഗ്ദാനം ഇന്ന് വൈകിട്ട് അവരെത്തിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് എത്ര രൂപയാണ് കൊടുക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് ഒരു 3 ലക്ഷം അവരൊരു ഫണ്ടായിട്ട് കൂട്ടുണ്ട്. അയാളുടെ ഒരു അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട്. അത് അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് അത് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും കാര്യങ്ങൾ സംഭവിച്ചു, മേലിൽ സംഭവിക്കാതിരിക്കണം. വളരെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വളരെ പിന്നോക്കമുള്ള ഫാമിലിയാണ്. നമുക്ക് ആർക്കും പൊറുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ DU ആയിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ചുമതലയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ഇവിടെ കൊല്ലം DU ആണ്. നടപടി എടുക്കാതിരിക്കാൻ കാരണം ചുവണ്ട് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സാധ്യമായ നിയമത്തിൻ്റെ മുന്നിൽ സാധ്യമായതും നിയമത്തിൻ്റെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൂടി സഹായത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആലോചിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു രാഷ്ട്രീയ സമരം ആക്കാൻ വേണ്ടി പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഞാനിവിടെ പ്രഖ്യാപിച്ച പോലുള്ള സഹായ പ്രഖ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ വേണ്ടത്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. ഇപ്പം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടപടി. കാര്യം മാനേജ്മെൻ്റ് ആണല്ലോ ഈ സ്ഥാപനങ്ങളെല്ലാം മാറ്റേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ കാര്യം നോക്കുന്നത് മാനേജ്മെൻ്റ് അല്ലേ. മാനേജ്മെൻറ്റിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? ഞാൻ പറഞ്ഞില്ലേ, ഒരു നടപടി സ്വീകരിക്കുന്നതിന് ചട്ടം ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കും. അതിൻ്റെ കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യക്കടയിൽ
നോട്ടീസ് കൊടുക്കും. അത് മാനേജ്മെൻറ്റ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.